പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. സ്നേഹത്തോടെ ഉൽപ്പത്തി പുസ്തകത്തിലുള്ളതാണ് ഒന്നാമത്തെ വായന. യാക്കോബ് ബഥേലിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നു. വിശ്വാസികൾക്ക് ഏറ്റവും പരിചിതമാണ് യാക്കോബ് എന്ന സഹോദരൻ. തന്റെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങൾ അതിജീവിച്ചുകൊണ്ട് കർത്താവിനോട് വല്ലിടാനും തയ്യാറായ വ്യക്തിത്വമുള്ളവയാണ് യാക്കോബ്. കർത്താവിന്റെ വലിയ ദർശനം യാക്കോബിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് തന്നെയാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നു. സിദ്ധാന്തത്തിന്റെ മകള് അവർക്ക് ജീവനേൽക്കുന്നു. ഇതെല്ലാം വിശ്വാസത്തിന്റെ കിരണങ്ങളാണ്. ഇന്നത്തെ വായനകൾ മുഴുവനായിട്ട് കാണുവാനായിട്ട് സാധിക്കുക. എങ്കിലും സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ചില വ്യക്തികൾ യേശുവിനെ കളിയാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതും ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വസിക്കാത്തവർക്ക് വിശ്വാസം പരിഹാസത്തിന്റെ ഒരു പാത്രമാണ്. പലപ്പോഴും അന്നും ഇന്നുമൊക്കെ അങ്ങനെ തന്നെയാണ്. വിശ്വസിക്കുന്നവരെ വിശ്വസിക്കാത്തവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ്? നാം വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുവാനായിട്ട് നാം തയ്യാറാണ്. പലപ്പോഴും നമ്മളത് മൂടിവെക്കുന്നത് ഇങ്ങനെ പരിഹസിക്കുന്നവർക്ക് വലിയതായിട്ടാണ്. തിരുസഭ മാതാവ് വിശുദ്ധ ആന്റണി മരിയ സക്കറിയയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. 1502 മിലാനിൽ ജനിച്ചു ആന്റണി മരിയ സക്കറിയ. തന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി പല പരിഹാസങ്ങൾക്കും അദ്ദേഹം വിധേയനായെങ്കിലും അവിടെ നിന്ന് പതറാതെ ഉറച്ചു നിൽക്കുവാനും 35 വർഷക്കാലം ഭൂമിയിൽ സന്തോഷത്തോടുകൂടെ ക്രിസ്തുവിന് സാക്ഷ്യം കുറിച്ച് ജീവിക്കുവാനും ആന്റണി മരിയ സക്കറിയയ്ക്ക് സാധിച്ചു. കുറഞ്ഞ വർഷങ്ങളെ ജീവിച്ചുള്ളതെങ്കിലും ഉചിതമായി ജീവിക്കുവാൻ, വിശ്വാസത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ആന്റണി മരിയ സക്കറിയ നമ്മെ പ്രചോദിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ യാക്കോബിനെ പോലെ, സദാധിപൻ കർത്താവിനെ വിശ്വസിച്ചതുപോലെ ആന്റണി മരിയ സക്കറിയ ദൈവത്തിൽ ചേർന്ന് നിൽക്കുന്നതുപോലെ നമുക്കും ചേർന്ന് നിൽക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് സർവ്വശക്തനോട് പ്രാർത്ഥിച്ച ഈ ബലിയർപ്പിക്കാം.
ഇന്നത്തെ തിരുവലിയിൽ തങ്ങളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി ദൈവമായി പ്രാർത്ഥിക്കാം. ആ പ്രിയ സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും കർത്താവ് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ശുദ്ധീകരണ സ്ഥലത്ത് എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയും കർത്താവ് സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ വിശ്വാസികളുടെ ആത്മാക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് കൽപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് നാം ഉപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കാനായിട്ട് സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയായി ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ എനിക്ക് അറിയപ്പെടുന്നു. എല്ലാ മാലാഖമാരോടും സഹോദരങ്ങളും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ മറ്റൊരു ജീവൻ വിശുദ്ധരുടെ ആനന്ദവും അങ്ങേ ദാസരായ തന്നെയും എല്ലാ മരിച്ച വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കും. നശ്വര ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു അനശ്വര മഹിമയിൽ അങ്ങേ രാജ്യം അവർ പ്രാപിക്കുന്നതാണ്. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുണ്ടായി എന്നും ദൈവമായി ജീവിക്കുവാൻ അങ്ങേപ്പെട്ടതും ഞങ്ങളുടെ താവുമായ ഈ പ്രാർത്ഥന കേൾക്കുന്നേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് യാക്കോബ് ബേർശെബയിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ കിഴക്കൊരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ കോഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ ഉണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. ഭീതി കൊണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്. ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിന്റെ കവാടമാണിവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിന്റെ ആദ്യത്തെ പേര്. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു, ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായി
കവചവും പരിചയമായിരിക്കും. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒത്തുനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരവരുന്നു. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മരണത്തെ ഇല്ലാതാക്കുകയും സുവിശേഷത്തിലൂടെ ജീവൻ വെളിപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശദമായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താഴെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എന്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം 12 വർഷമായ രക്തസ്രാവ നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിടവിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്നവൾ ഉള്ളിൽ വിചാരിച്ചു. യേശു തിരിഞ്ഞവളെ നോക്കി അരുൾ ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവരാകട്ടെ അവനെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്ത് കിടന്ന് അവളെ കൈക്ക് പിടിച്ചുയർത്തി. അപ്പോൾ ബാലിക എഴുന്നേറ്റും. ഈ വാർത്ത നാട്ടിലെങ്ങും പരന്നു. കർത്താവിന്റെ സുവിശേഷം. സഹോദരനെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവേ, അങ്ങേ ദാസൻ തന്നെയും
ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകൾ കഴിവോടെ സ്വീകരിക്കണം. നിസ്തുലമായി വെല്ലുവിളി മരണബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി നിത്യജീവൻ അവർ അർത്ഥരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയത്തെ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ. കർത്താവേ, പരിശുദ്ധനായ പിതാവ്, സർവശക്തനും നിത്യനുമായ ദൈവം, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. ഞങ്ങളുടെ അയോഗ്യതകളാണ് നിങ്ങൾ നശിക്കുന്നതെങ്കിലും പാപം മൂലം മരണത്തിന്റെ പിടിയിലമർന്ന് ഞങ്ങൾ ക്രിസ്തുവിന്റെ വിജയത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവിടത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേ കാരുണ്യത്താലും കൃപയാലുമാണ്. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് കൂടി അങ്ങേ മരണത്തിന്റെ അനന്തം പ്രകീർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ നിരന്തരം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ. നിരുപമം മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ട് അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായിരുന്നെങ്കിൽ അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിൽ ഒരു ജനത്തെ ഒരുമിച്ച് കൂടുന്നത് അങ്ങ് വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ നിങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാൽ അവിടുന്ന് വെച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകും. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ കരുണയെ അങ്ങേ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ അടുത്ത് ഞാൻ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിനാശത്തിനും മഹനീയമായ യുദ്ധവും സദാരങ്ങളും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കും. അങ്ങേ സഭയുടെയും ബലി തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപുഷ്ടരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിജമായൊരു കാണിക്കയായി തീരുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ. വിശിഷ്യാദേവ മാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ ഔസേപ്പിനോടും അനുഗ്രഹിതര അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാളിന് കാരണപ്പോതനായ ആന്റണി മരിയ സക്രിയോടും ഞങ്ങളുടെ മധ്യസ്ഥനായ തിരുകുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിലൂടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും വലിയ സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊക്കെ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയും. അങ്ങേ തിരുവനന്തപുരം നിരന്തരമായ കുടുംബത്തിന്റെ അപേക്ഷകളുടെ ആവരും കേട്ടറിയണം. കാരണവാനായ പിതാവ്, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അതിലേക്ക് ദയാപൂർവം വന്ദിപ്പിക്കും. ഞങ്ങളുടെ ഹൃദയടഞ്ഞ സഹോദരനെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്കാലികമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്റെ മേൽ വർഷിക്കുന്നു. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ദൂരിതരായി ദിവ്യോപദേശത്താൽ നിർവഹിക്കുന്നതായി നിർഭയം നമുക്ക് ഏറ്റുപോകാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ
എല്ലാ തിന്മകളെയും ഞങ്ങളെ മോചിപ്പിക്കരുത്. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി ആവശ്യങ്ങളെപ്പോഴും പാപത്തിന് മോചരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാർ അറിയിച്ചിരുന്നതായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുള്ളവരുന്നേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ. ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം നീക്കും. ദൈവകുഞ്ഞാട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ആർക്കുവാണ്? Hallelujah.
ഈശോയെ വാവാ എൻ്റെ ഈശോയെ എൻ്റെ ഉള്ളിൽ രാജരാ വന്നു വാഴണേ വാവാ എൻ്റെ ഈശോയെ വാവാ എൻ്റെ ഈശോയെ എൻ്റെ ഉള്ളിൽ രാജരാ വന്നു വാഴണേ ഈ ലോകത്തിൽ നിന്നെ പോലെ എന്നെ സ്നേഹിക്കാൻ ആരാലും സാധ്യമല്ലെന്നറിയുന്നു ഞാൻ. ഈ ലോകത്തിൽ നിന്നെ പോലെ എന്നെ സ്നേഹിക്കാൻ ആരാലും സാധ്യമല്ലെന്നറിയുന്നു ഞാൻ. എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ എൻ്റെ ഉള്ളിൽ രാജരാ വന്നു വാഴണേ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ എൻ്റെ ഉള്ളിൽ രാജരാ വന്നു വാഴണേ വാവാ എൻ്റെ ഈശോയെ വാവാ എൻ്റെ ഈശോയെ എൻ്റെ ഉള്ളിൽ രാജരാ വന്നു വാഴണേ വാവാ എൻ്റെ ഈശോയെ വാവാ എൻ്റെ ഈശോയെ എൻ്റെ ഉള്ളിൽ രാജരാ വന്നു വാഴണേ. അരുവിയിലുള്ള വിവേകാന ശ്രീലംഘനം എൻ്റെ ഈശോയെ അങ്ങേ ദിവ്യകുദാശയ സാധനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെല്ലാം ഞാൻ എന്നെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിനെ അങ്ങ് സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയെ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരുവിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ വരയണമേ. അങ്ങയുടെ സന്നിധിയാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെ നല്ലതായി എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, ദൈവീക രഹസ്യങ്ങൾ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങളെ രക്ഷയിലേക്ക് നയിക്കുകയും അങ്ങേ കാരണത്തിനായി ഞങ്ങൾ യാചിക്കുന്ന നിരാശയുടെ ആത്മാക്കൾക്ക് പാപമോചനത്തിന് ഉപകരിക്കുകയും ചെയ്യുമാറാണ്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവബലി സമാപിച്ചു പോകുവൻ. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദ്യപോലെ ഇപ്പോഴും